വാഹനാപകടം സംഭവിച്ച് അബോധാവസ്ഥയിലായ തെന്നിന്ത്യൻ നടി അരുന്ധതി കൃഷ്ണയുടെ ആരോഗ്യാവസ്ഥയിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ല. അരുന്ധതി ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴത്തെ താരത്തിന്റെ ആരോഗ്യാവസ്ഥയെപ്പറ്റി പറയുകയാണ് സഹോദരി ആരതി. ഞാൻ എന്റെ സഹോദരിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് ദിവസങ്ങളായി. ഈ മോശം അവസ്ഥയിൽ ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കുകയും അരുന്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അരുന്ധതി ഇപ്പോഴും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെയാണ്. GC സ്കോർ, അതായത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ സ്കോർ 3-ൽ നിന്നും 9-ലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. കാഴ്ചയ്ക്കും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കരുത്, സഹായവും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് ആരതി പറയുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് നടി അരുന്ധതിക്ക് വാഹനാപകടം സംഭവിച്ചത്. കോവളം ബൈപ്പാസിൽ വെച്ചാണ് അരുന്ധതി അപകടത്തിൽപ്പെട്ടത്. ഒരു യൂട്യൂബ് ചാനലിനായി ഷൂട്ട് കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്കാണ് അരുന്ധതിക്ക് അപകടം സംഭവിച്ചത്. സഹോദരനൊപ്പമായിരുന്നു അരുന്ധതി ബൈക്കിൽ പോയത്. ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. ബൈക്ക് ഓടിച്ച സഹോദരന് നേരിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഒരു ഓട്ടോയാണ് ഇടിച്ചതെന്ന് മാത്രമാണ് ഓർമ്മയെന്നാണ് പറഞ്ഞത്. അപകടം സംഭവിച്ച മണിക്കൂറുകളോളം ഇരുവരും റോഡിൽ കിടന്നു. ആ വഴി വന്ന ഒരാളാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അരുന്ധതിക്ക് തലയ്ക്കും നട്ടെല്ലിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുമുണ്ട്. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച അരുന്ധതിയുടെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളായിരുന്നു ആവശ്യമായി വന്നത്. ദിവസവും 2 ലക്ഷത്തോളം രൂപയാണ് ആവശ്യം വരുന്നതെന്ന് അരുന്ധതിയുടെ സഹോദരി നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അരുന്ധതിയുടെ ചികിത്സാ സഹായത്തിനു വേണ്ടി നിരവധി താരങ്ങളടക്കം സഹായാഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും കുടുംബത്തിന് അരുന്ധതിയുടെ ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിനും അപ്പുറമാണ്. 2014 മുതൽ തെന്നിന്ത്യൻ സിനിമയിൽ സജീവമായി നിൽക്കുന്ന താരമാണ് അരുന്ധതി നായർ. തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി അഭിനയത്തിലേക്ക് എത്തുന്നത്. വിജയ് ആന്റണിയുടെ സൈതാൻ എന്ന സിനിമയിലെ വേഷം അരുന്ധതിക്ക് വലിയ തരത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തു. 2018-ൽ പുറത്തിറങ്ങിയ ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ നായികയായി അരുന്ധതി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ അവതരിപ്പിച്ചു വരികയാണ്. മലയാളത്തിലേക്ക് അരുന്ധതിക്ക് അവസരങ്ങൾ വന്നതും ഒറ്റയ്ക്കൊരു കാമുകനിൽ നായികയായതും. ഒറ്റയ്ക്കൊരു കാമുകനിൽ അഭിനയിച്ച ശേഷം തമിഴ് സിനിമകളായ കന്നിരാസി, പിസ്ത, 1000 പോഡ്കാസ്റ്റുകൾ തുടങ്ങിയ സിനിമകളിലും അരുന്ധതി അഭിനയിച്ചു. സിനിമയ്ക്ക് പുറമെ പത്മിനി, ഡോൺ തിങ്ക് എന്നിങ്ങനെ 2 വെബ് സീരീസുകളിലും അരുന്ധതി അഭിനയിച്ചിരുന്നു. അഭിനയത്തിന് പുറമെ മോഡലിംഗിലും സജീവമായിരുന്നു താരം. കരിയർ ശോഭിച്ചു തുടങ്ങവെയാണ് അരുന്ധതിക്ക് ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ചികിത്സയിൽ കഴിയുന്ന അരുന്ധതിയുടെ നില ഗുരുതരമാണ്. നിലവിൽ അരുന്ധതി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തന്നെയാണ് ജീവൻ നിലനിർത്തുന്നത്. അരുന്ധതിയുടെ എല്ലാ പ്രതീക്ഷയും സിനിമയിലും അഭിനയത്തിലുമായിരുന്നു. അതാണ് ഈ അപകടത്തോടെ ഇല്ലാതായത്. കുടുംബത്തിന്റെ പ്രതീക്ഷയും അരുന്ധതിയായിരുന്നു. അതേസമയം അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനം കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.